ആ അതെ അതെ, നിങ്ങൾക്ക് മേലില്ല. ഇല്ലല്ല, നല്ല സൗകര്യമുണ്ട്. ആ വന്ന് കണ്ടോ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ കമ്മീഷൻ്റെ കാര്യം മറക്കല്ലേ. ആ ശരി 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 ശരി. സിഗരറ്റ് വാങ്ങിച്ചില്ലേടാ? സിഗരറ്റ് ഇല്ല, ഞാൻ വിട്ടുപോയി. അതിനൊക്കെ ഇവിടെ സമയം. ഒരു മണിക്കൂർ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കാമെന്ന് വെച്ചാ നീ എന്തൊരു മണ്ടനാടാ. കഷ്ടം. എടാ, എത്ര കാലം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാണ്ട് നടക്കുക. ആദ്യം നീ ലോങ് ലീവ് മാറ്റി, എന്നിട്ട് ജോലി കയറാൻ നോക്കും. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. പണിയ ആ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ, എന്ത് സാഹചര്യം ഇതായി പോയില്ലേ. എനിക്ക് കല്യാണത്തിന് മേലുള്ള പ്രതീക്ഷയൊക്കെ പോയി. വയസ്സ് 10-40 ആ എടാ, നിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ 35 വയസ്സ് കഴിഞ്ഞ ബഹുഭൂരിപക്ഷം ആണുങ്ങളുടെയും പ്രശ്നം ഇതാ. മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലെ പണിക്ക് ഒരാളെ നിർത്തും. നിന്റെ അച്ഛൻ്റെ കാര്യവും അടുക്കള പണിയെല്ലാം നടക്കും. ഓക്കേണാ? അപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? നീ എന്ത് കൊടുക്കും? ഒരു 8,000. 8,000? ബംഗാളികളെ പോലും കിട്ടൂലല്ലേ ഈ കാലത്ത് 8,000 രൂപയ്ക്ക്. 10,000. 15,000 ഉറപ്പിച്ചോ? 15,000. അല്ല, ഇത് മലയാളി തന്നെ വേണം കേട്ടോ. ഹലോ, അമ്മ ഒരു ദോശ. നീ ചിട്ടിപ്പൈസ അടച്ചായിരുന്നോ? ഞാൻ അടച്ചോളാം. മോളെ, അതെ, ആ കാര്യം ആ മണിയനീച്ച വന്ന് പറഞ്ഞപ്പോ അത് കൊള്ളാലോ എന്ന് അച്ഛനും തോന്നിയത്. മണിയനീച്ചേ? അത് അയാൾക്ക് വിളിക്കുന്ന ഒരു കളിപ്പേരാ. ഏത് ചീഞ്ഞ കേസിലും കയറി ഇടപെടും. എന്നിട്ടാണോ ആ ചീഞ്ഞ കേസും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത്? അതും 2 ആണുങ്ങളുള്ള വീട്ടില്. അച്ഛനെ അന്വേഷിച്ചു മോളെ, അവര് കുഴപ്പക്കാരൊന്നുമല്ല. പിന്നെ ചോദിച്ച കൂലിയും തരും. അച്ഛൻ പറഞ്ഞു എന്നുള്ളൂ, മോളെ ആലോചിക്ക്. ബിജേഷിനോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അതിൻ്റെ ആവശ്യമില്ല.